ആദ്യം ചെയ്യേണ്ടത് സ്റ്റാർട്ട് എ ഡ്രോയിങ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഓട്ടോകാഡ് വിൻഡോ സ്ക്രീൻ നിങ്ങൾക്ക് കാണാം. ഓട്ടോകാഡ് വിൻഡോ സ്ക്രീൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമായ ഡ്രോയിങ്ങിൻ്റെ വർക്ക് സ്പേസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വർക്ക് സ്പേസ് എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷണൽ ഡ്രോയിങ് വരയ്ക്കാനുള്ള വർക്ക് സ്പേസ് ഉണ്ടാകും. അതുപോലെ 3 ഡയമെൻഷണൽ ഡ്രോയിങ് വരയ്ക്കാനുള്ള വർക്ക് സ്പേസ് ഇതിനകത്ത് ഉണ്ടാകും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ 3D മോഡലിംഗ്, 3D ബേസിസ്, ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ എന്നീ 3 വർക്ക് സ്പേസ് കാണാം. ഈ വർക്ക് സ്പേസിൽ 3D മോഡലിംഗ് ആണെങ്കിൽ 3D മോഡലിംഗ് എന്ന വർക്ക് സ്പേസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3D ഡ്രോയിങ് ചെയ്യുന്നതിനാവശ്യമായ ടൂൾ ബാറുകൾ ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി 2 ഡയമെൻഷണൽ ഡ്രോയിങ്ങിന് വേണ്ടിയാണെങ്കിൽ ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ കുറച്ച് ടൂളൊക്കെ കാണാം. ഇതിൽ ഒരു മെയിൻ മെനു ബാർ നമുക്ക് ആവശ്യമാണ്. അതിവിടെ വിസിബിൾ അല്ല. അത് കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഷോ മെനു ബാർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഫയൽ, എഡിറ്റ്, വ്യൂ, ഇൻസേർട്ട്, ഫോർമാറ്റ് എന്നിങ്ങനെയുള്ള മെനു ബാർ കാണാം. ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഓരോ ടൂളും സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. കൂടാതെ ടൂൾസിൽ പോയാൽ, ടൂൾ ബാറിൽ പോയാൽ ഒരു ടൂൾ ബാറിൻ്റെ ലിസ്റ്റ് തന്നെ ഇവിടെ കാണാം. ഇതിൽ നിന്നും ഏത് ടൂൾ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഡ്രോ ടൂൾ ബാർ എടുത്തു. അത് നമുക്ക് ഇവിടെ ഡോക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ മോഡിഫൈ ടൂൾ ബാർ, ഇതും ഇവിടെ വലതുഭാഗത്ത് ഡോക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ 2 ഡയമെൻഷണൽ ഡ്രോയിങ് വരയ്ക്കുന്നതിന് ആവശ്യമായ വർക്ക് സ്പേസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഡ്രോയിങ് ഏരിയ സെറ്റ് ചെയ്യുന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അതായത് നമ്മളൊരു ഡ്രോയിങ് വരയ്ക്കുമ്പോൾ അതിന് ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കണം. ആ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ലിമിറ്റ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ലിമിറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലിമിറ്റ് സെറ്റ് ചെയ്യാം. ഡ്രോയിങ്ങിൻ്റെ മെഷർമെൻറ്റ് അനുസരിച്ച് ലിമിറ്റ് സെറ്റ് ചെയ്യാം. ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിവിടെ എന്താണ് ലിമിറ്റ്സ് എന്ന് പറഞ്ഞു തരുന്നതിന് വേണ്ടി ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. ലിമിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി LIMITS എന്ന് കമാൻഡ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. എൻ്റർ ചെയ്യുക. അവിടെ ഒരു മെസ്സേജ് കാണാം, സ്പെസിഫൈ ലോവർ ലെഫ്റ്റ് കോർണർ. ഇതാണ് ഒരു ഡ്രോയിങ് ഏരിയ എങ്കിൽ ഇതായിരിക്കും ഇതിൻ്റെ ലോവർ ലെഫ്റ്റ് കോർണർ. ഇവിടെ ആയിരിക്കും ഇതിൻ്റെ അപ്പർ റൈറ്റ് കോർണർ. XY കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഇതായിരിക്കും ഇതിൻ്റെ ഒറിജിൻ പോയിൻ്റ്. ഒറിജിൻ പോയിൻ്റ് എപ്പോഴും X വാല്യൂ 0, Y വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ സ്പെസിഫൈ ലോവർ ലെഫ്റ്റ് കോർണർ എന്ന് പറയുമ്പോൾ അവിടെ 0,0 ടൈപ്പ് ചെയ്യുക. എൻ്റർ. ഇനി നമുക്ക് ആവശ്യമായ ലിമിറ്റ്സ്, അതായത് ഇതിൻ്റെ ബൗണ്ടറിയുടെ മെഷർമെൻറ്റ്, അതിൻ്റെ X വാല്യൂ 420,297. ഇത് A3 സൈസിൻ്റെ മെഷർമെൻ്റാണ്. എൻ്റർ. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വ്യൂ, സൂം, ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ വരച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് പുറത്തേക്ക്, ഇതുപോലെ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഡ്രോയിങ്ങിൻ്റെ അകത്ത് തന്നെ വരും. സൂം, ഓൾ. ഇനി ഞാനിത് നിങ്ങൾക്ക് ഇത് ഇറേസ് ചെയ്ത് കളയാണ്. ഇനി അടുത്തത്
ഇതിൻ്റെ യൂണിറ്റ് സെറ്റാണ്. ഫോർമാറ്റിൽ പോവുക, യൂണിറ്റ്സിൽ പോവുക, ഇതിനെ ഡെസിമൽ യൂണിറ്റ് സെറ്റ് ചെയ്യുക. പ്രിസിഷൻ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇഞ്ചസിന് പകരം മില്ലിമീറ്റർ സെറ്റ് ചെയ്യുക. ഇവിടെ ഡിഗ്രീസ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ മില്ലിമീറ്റർ സെറ്റ് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇനി അടുത്തത് നമ്മളിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഡ്രോയിങ് ഏരിയ സെറ്റ് ചെയ്ത് കഴിഞ്ഞു, വർക്ക് സ്പേസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സെറ്റ് ചെയ്ത ഡ്രോയിങ് ബൗണ്ടറി നമുക്കിതിനകത്ത് നിന്ന് എവിടെയാണെന്ന് അറിയണം. അതിനുവേണ്ടി ഒരു റെക്റ്റാങ്കിൾ വരച്ചു. റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ സ്പെസിഫൈ ചെയ്ത ലോവർ ലെഫ്റ്റ് പോയിന്റ് ചോദിച്ചു. അവിടെ 0,0 നേരത്തെ കൊടുത്ത കോർഡിനേറ്റ് കൊടുക്കുക, അതായത് ഒറിജിൻ പോയിന്റ്. ഇനി അടുത്തത് അതിൻ്റെ മെഷർമെൻറ്റ്, അതായത് A3 സൈസിൻ്റെ മെഷർമെൻറ്റ് 420,297 എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്താണ് കിടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഇത് കറക്റ്റായി അലൈൻ ചെയ്യാൻ Z ടൈപ്പ് ചെയ്യുക. Z മീൻസ് സൂം. എൻ്റർ ചെയ്യുക, സൂം എക്സ്റ്റെൻഡ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡ്രോയിങ് ബൗണ്ടറി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനൊരു ലിമിറ്റ്സിനൊരു പ്രത്യേകതയുണ്ട്. ലിമിറ്റ്സ് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. അതായത് LIMITS വീണ്ടും അടിക്കുക, എൻ്റർ ചെയ്യുക. ഇവിടെ ഓൺ ഓഫ് കാണാം. ഓൺ കൊടുക്കുക. ഓൺ കൊടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ്സ് ഓണായി. നമുക്ക് ഇതിനകത്ത് മാത്രമേ ഒബ്ജക്റ്റ് വരക്കാൻ പറ്റൂ. ഇതിൻ്റെ പുറത്ത് വരക്കാൻ പറ്റില്ല, അകത്ത് മാത്രമേ വരക്കാൻ പറ്റൂ. ഇനി വീണ്ടും ലിമിറ്റ്സ് ടൈപ്പ് ചെയ്യുക, LIMITS, എൻ്റർ ചെയ്യുക. ഓഫ് ചെയ്യുക, അതായത് ലിമിറ്റ്സ് ഓഫ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പുറത്തും വരക്കാം, ഇതിൻ്റെ അകത്തും വരക്കാം, എവിടെ വേണമെങ്കിലും വരക്കാം. തൽക്കാലം ഈ സെറ്റിങ്ങിൽ കിടക്കട്ടെ. നമുക്ക് അകത്തും പുറത്തും വരച്ചിട്ട് അസംബിൾ ചെയ്യുമ്പോൾ ഏത് ഭാഗത്തും വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. പ്രിൻറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ പ്രിൻ്റൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കാം, നമ്മൾ ലിമിറ്റ്സ് സെറ്റ് ചെയ്തു, അതായത് ഡ്രോയിങ് ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് A3 സൈസായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഓൺ ഓഫ് ചെയ്യുന്നത് കാര്യം പറഞ്ഞു. ഇനി അടുത്തത് നമ്മൾ വരയ്ക്കാൻ പോകുന്ന മെഷീൻ ഡ്രോയിങ്ങിനെ കുറിച്ച് പറയാം. ഇതാണ് നമുക്ക് വരയ്ക്കാനുള്ള ഫ്ലാഞ്ചഡ് കപ്ലിംഗ്. ഒരു ഷാഫ്റ്റിൽ നിന്നും മറ്റൊരു ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധാരണ ഉപയോഗിക്കുന്ന ഒരു കപ്ലിംഗ് ആണ് ഫ്ലാഞ്ചഡ് കപ്ലിംഗ്. ഇതിൽ 2 ഫ്ലാഞ്ച് കാണാം. ഒരു മെയിൽ ഫ്ലാഞ്ചും ഒരു ഫീമെയിൽ ഫ്ലാഞ്ചും കാണാം. 4 നട്ട് ബോൾട്ട് കാണാം. ഇതിൻ്റെ ടോപ്പ് ഹാഫ് സെക്ഷൻ എലിവേഷനാണ് താഴെ കാണുന്നത്. ഇതാണ് നമുക്ക് വരയ്ക്കേണ്ടത്, ടോപ്പ് ഹാഫ് സെക്ഷണൽ എലിവേഷൻ. ആദ്യം ഇതിൻ്റെ ഡയമെൻഷനൊക്കെ സ്റ്റഡി ചെയ്ത് കണ്ടുപിടിക്കുക, അതിനുശേഷം വരയ്ക്കാൻ ആരംഭിക്കുക. ഇതിൽ 7 പാർട്ടാണുള്ളത്. ഷാഫ്റ്റ് എൻഡി, ലോങ് കീ, ഫ്ലാഞ്ച് മെയിൽ, ഫ്ലാഞ്ച് ഫീമെയിൽ, കീ ഷോർട്ട്, ബോൾട്ട്, നട്ട്. ഇത്രയും കാര്യങ്ങൾ വരയ്ക്കുമ്പോൾ നമ്മൾ സാധാരണയായി ലെയറിലാണ് ഇത് വരയ്ക്കുന്നത്. വരയ്ക്കുന്നതിന് മുമ്പേ നമ്മൾ ലെയർ സെറ്റ് ചെയ്യണം. എന്താണ് ലെയർ? കോംപ്ലിക്കേറ്റഡ് ഡ്രോയിങ് വരയ്ക്കുമ്പോൾ, അതായത് ചില പൈപ്പ് ലൈൻ ലേഔട്ടുകൾ, റോഡുകൾ, അതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില ബിൽഡിങ്സ് ഡ്രോയിങ്ങുകൾ എല്ലാം വരയ്ക്കുമ്പോൾ ലെയർ ഓരോ പാർട്ടും ഓരോ ലെയറിൽ വരച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ള ലെയർ മാത്രം എടുത്ത് പ്രത്യേകിച്ച് എളുപ്പത്തിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ലെയർ സെറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനത് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എങ്ങനെയാണ് ഇതിൻ്റെ ലെയർ സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ലെയർ പ്രോപ്പർട്ടീസ് മാനേജർ. ഇതിൽ ഡിഫോൾട്ട് ലെയർ ഉണ്ട്. ഇതിനെ പറയുന്നത് 0 ലെയർ. അതാണ് ഇതിൻ്റെ ഡിഫോൾട്ട് ലെയർ. ഈ ഡിഫോൾട്ട് ലെയർ
നമുക്കിതിൻ്റെ പേര് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇത് ഓൾറെഡി ഡിഫൈൻഡ് ആണ്. അതായത് 0 ലെയർ, നമ്മളൊരു ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം വരയ്ക്കുന്നത് 0 ലെയറിലാണ്. ഇതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം, പക്ഷേ നമുക്കിതിനെ പേര് മാറ്റാൻ പറ്റില്ല. നമുക്ക് ഓരോ ഒബ്ജക്റ്റിനും അനുസരിച്ച് അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ ലെയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ലെയർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അവിടെ നമ്മൾ ലെയറിൻ്റെ പേര് കൊടുക്കുക. അതായത് ഇവിടെ ഞാൻ പറഞ്ഞു 7 പാർട്ടാണ് നമുക്കുള്ളത്. എല്ലാ ഒബ്ജക്റ്റിനും നമുക്ക് ലെയർ ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്ക് മാത്രം ലെയർ ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി. അതിൽ ഫ്ലാഞ്ച് മെയിലും ഫ്ലാഞ്ച് ഫീമെയിലും 0 ലെയറിൽ വരയ്ക്കാം. ബാക്കി വരുന്ന ഓരോ ലെയറും ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൽ രണ്ടാമത്തെ ലെയർ ഷാഫ്റ്റ് എൻഡ് എന്ന് പേര് കൊടുക്കുക. അവിടെ ഷാഫ്റ്റ് എൻഡ്, അതിനൊരു കളർ ചേഞ്ച് ചെയ്യാം. ഞാൻ വിസിബിൾ ആവുന്ന ഒരു കളർ കൊടുത്തു, അതായത് യെല്ലോ കളർ കൊടുത്തു. ഓക്കെ കൊടുത്തു. വീണ്ടും ക്ലിക്ക് ചെയ്യുക. അടുത്ത ലെയറിൻ്റെ പേര് ഇതിൽ നോക്കുക, കീ. 2 കീയും ഒരു ലെയറിൽ നമുക്ക് വരക്കാം. കീ കളർ ചേഞ്ച് ചെയ്യുക. ഓക്കെ കൊടുക്കുക. വീണ്ടും ലെയർ ക്രിയേറ്റ് ചെയ്യുക. നട്ട് ആൻഡ് ബോൾട്ട് ഒരു ലെയറിൽ ക്രിയേറ്റ് ചെയ്യാം. നട്ട് ആൻഡ് ബോൾട്ട് ഒരു കളർ ചേഞ്ച് ചെയ്യുക. ഗ്രീൻ കളർ കൊടുത്തു. ഇനി ലെയർ ആവശ്യമാണെന്ന് നോക്കുക. ഷാഫ്റ്റ് എൻഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, കീക്ക് ക്രിയേറ്റ് കഴിഞ്ഞു, ഫ്ലാഞ്ചും ഫീമെയിലും ഫ്ലാഞ്ച് മെയിലും ഒരു ലെയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, ബോൾട്ട്. ഇത്രയും ലെയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ലെയർ പ്രോപ്പർട്ടീസ് മാനേജർ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി ഇവിടെ നോക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലെയർ ഇവിടെ വന്ന് കാണും. ഇതിൽ നമുക്ക് ഓരോ ലെയറിലും വേണമെങ്കിൽ ഓരോ ഒബ്ജക്റ്റ് വരക്കാം. അതായത് ഇവിടെ 0 ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഈ 0 ലെയർ കറണ്ട് ലെയറായി മാറി. ഇനി നമ്മൾ വരക്കുന്നത് 0 ലെയറിലായിരിക്കും. ഇനി കീ എന്ന ലെയറിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ആ കീ എന്ന ലെയർ ആക്ടിവേറ്റ് ആയി, അല്ലെങ്കിൽ കറണ്ട് ലെയറായി മാറി. അടുത്തത് നട്ട് ആൻഡ് ബോൾട്ട് കറണ്ട് ലെയറായി മാറി. ഷാഫ്റ്റ് എൻഡ് പോലെ കറണ്ട് ലെയറായി മാറി. ഇതിലൊരു ഇടത് ഭാഗത്ത് ബൾബ് പോലെ കാണാം. ആ ബൾബ് ക്ലിക്ക് ചെയ്താൽ അത് ഓഫ് ചെയ്യാൻ പറ്റും. ഓഫ് ചെയ്താൽ ആ ലെയറിലെ ഒബ്ജക്റ്റ് ഇൻവിസിബിൾ ആവും. ഇനി അടുത്തത് നട്ട് ആൻഡ് ബോൾട്ട്, അവിടെ ഓഫ് ചെയ്താൽ അത് ഇൻവിസിബിൾ ആവും. അതുപോലെ കീ ഇൻവിസിബിൾ ആവും. 0 ലെയർ. അങ്ങനെ നമുക്കതിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അത് ഓരോന്നായി ഓൺ ചെയ്താൽ മതി. ഓരോന്നായി ഓൺ ചെയ്യുക. ഇതാണ് ലെയറിൻ്റെ ഉപയോഗം. അതായത് നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം എടുത്ത് ഓൺ ചെയ്ത്, എനിക്ക് നെറ്റിൽ മാത്രമാണ് വർക്കെങ്കിൽ ഞാൻ ഈ നെറ്റ് ആൻഡ് ബോൾട്ട് എന്ന ഓപ്ഷൻ മാത്രം എടുത്ത് വർക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ലെയറിൻ്റെ ഉപയോഗം. 0 ലെയർ ആക്ടിവേറ്റ് ആക്കി നമ്മൾ ഫ്ലാഞ്ച് വരക്കുന്നത്. ഫ്ലാഞ്ചിൻ്റെ ഡയമെൻഷനൊക്കെ നോക്കുക. 2 ഫ്ലാഞ്ച് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 2 എക്സ് ഡയറക്ഷൻ വൈ ഡയറക്ഷനിൽ 2 ലൈൻ വരക്കുക. 0 ലെയർ കറണ്ട് ലെയറായി മാക്കുക. എക്സ് ഡയറക്ഷൻ
വൈ ഡയറക്ഷൻ ലൈൻ വരക്കുക. ആദ്യം ഓഫ്സെറ്റ് ക്ലിക്ക് ചെയ്യുക, 28 കൊടുക്കുക, എൻ്റർ ചെയ്യുക, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക. അടുത്ത ഓഫ്സെറ്റ് വീണ്ടും ഓഫ്സെറ്റ് ക്ലിക്ക് ചെയ്യുക, 32, എൻ്റർ, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക. ഇനി അതിൻ്റെ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ്സെറ്റ് ചെയ്യണം. 160 160 ഓഫ്സെറ്റ് ചെയ്യുക. അതിനുശേഷം ആവശ്യമില്ലാത്ത ഭാഗം ട്രിം ചെയ്ത് കളയുക. ഇതിൽ അതായത് നമ്മൾ ചെയ്തത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരമാണ് 28, ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരമാണ് 32, പിന്നെ ഇതിൻ്റെ ഡയമീറ്റർ 160, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത് ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ലൈൻ വരക്കുക, റെഫറൻസ് ലൈൻ. അതിനുശേഷം 80ൻ്റെ സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി 40ൽ 2 ഭാഗത്തേക്കും ഓഫ്സെറ്റ് ചെയ്യുക, മുകളിലോട്ട് താഴോട്ട്. അതിനുശേഷം ആവശ്യമില്ലാത്ത ഭാഗം ട്രിം ചെയ്ത് കളയുക. അതിനുശേഷം ഒരു കോപ്പി എടുക്കുക, ഇതിൻ്റെ കോപ്പി എടുത്ത് ഈ ഭാഗത്ത് കൊണ്ടുവെക്കുക. എന്നിട്ട് അതിനെ 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യിക്കുക. റൊട്ടേറ്റ് ചെയ്യിക്കുന്നത് റൊട്ടേറ്റ് എടുക്കുക, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക, ഒരു ബേസ് പോയിന്റ് പിക്ക് ചെയ്യുക, ഏതെങ്കിലും ഒരു പോയിന്റ് പിക്ക് ചെയ്യുക, ആംഗിൾ ടൈപ്പ് ചെയ്യുക 180. ഇത്രയും ചെയ്താൽ ഇത് ഫേസ് ടു ഫേസ് ആയി വന്നു. അടുത്ത് ചെയ്യേണ്ടത് ആവശ്യമില്ലാത്ത ഭാഗം ട്രിം ചെയ്ത് കളയുക എന്നുള്ളതാണ്. ഇത് ഒഴിവാക്കുക. അതിനുശേഷം ഈ ഒരു സ്റ്റെപ്പാണ് എടുക്കേണ്ടത്. അതായത് ഈ സ്റ്റെപ്പ് 4 mm ലെങ്ത്തും ഡയമീറ്റർ 60. അപ്പോൾ നമ്മൾ ഓഫ്സെറ്റ് ചെയ്യുക 30ൽ താഴോട്ടും മുകളിലോട്ടും ഓഫ്സെറ്റ് 30, എൻ്റർ. മുകളിലോട്ട് മാത്രം ചെയ്താൽ മതി, അത് സെക്ഷണൽ പാർട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിനുശേഷം ഓഫ്സെറ്റ് ചെയ്യുക 4 mm ഈ ഭാഗത്തേക്ക്. അതിനുശേഷം എക്സ്റ്റെൻഡ് ചെയ്യുക, ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇത് പിന്നെ സെൻട്രൽ ലൈനാണ്, അതും എക്സ്റ്റെൻഡ് ചെയ്യുക. ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയുക. ഇത്രയും ചെയ്യുക. ഇനി അടുത്ത ഫ്ലാഞ്ച് ഇവിടെ നോക്കാം. ഫീമെയിൽ ഫ്ലാഞ്ച് ഇവിടെ ഇത് 4 ആണെങ്കിൽ ഇവിടെ 6 ആയിരിക്കും. ഇതിൻ്റെ അതായത് അതിൻ്റെ ഒരു ഗ്യാപ്പാണ് ഇവിടെ കാണുന്നത്. 4ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസാണ് ഈ ഗ്യാപ്പ് ഇവിടെ കാണുന്നത്. ഇനി ചെയ്യേണ്ടത് ഓഫ്സെറ്റ് 6 mm ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക, പിക്ക് ബോക്സ് കൊണ്ട് ഈ ഭാഗത്തേക്ക് ഓഫ്സെറ്റ് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് ട്രിം ചെയ്ത് കളയുക ബാക്കി ഭാഗം. ഈ ഭാഗം ആവശ്യമില്ല, നമുക്ക് ഈ ഭാഗം ആവശ്യമില്ല. ഈ ഭാഗം ആവശ്യമില്ല, ഈ ഭാഗം ഒന്നും ആവശ്യമില്ല. കൂടാതെ ഇത് ആവശ്യമില്ല.
നമുക്ക് അവിടുന്ന് 30ലാണ് മുകളിലോട്ട് ഓഫ്സെറ്റ് ചെയ്യേണ്ടത്, അതായത് 60ൻ്റെ പകുതി. ഓഫ്സെറ്റ് ചെയ്യുക. ആവശ്യമില്ലാത്ത ഭാഗം ട്രിം ചെയ്ത് കളയുക. ട്രിം ചെയ്യുമ്പം ഏതൊക്കെ ട്രിം ചെയ്യണമെന്ന് ശ്രദ്ധിക്കുക. ക്രോസ് ചെയ്യാത്ത ലൈനുകൾ നമുക്ക് ട്രിം ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഇറേസ് ചെയ്ത് കളയുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് അലൈൻ ചെയ്യാം. മൂവ് എടുക്കുക, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, എൻട്രി ചെയ്യുക, ഈ ഭാഗം തന്നെ പിക്ക് ചെയ്യുക, അതായത് ബേസ് പോയിൻ്റ് ഈ ഭാഗം പിക്ക് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അലൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഷാഫ്റ്റ് എൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഷാഫ്റ്റ് എൻഡ് ലെയർ കറണ്ട് ലെയറാക്കി മാറ്റുക. അതിനുശേഷം ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ നോക്കുക. ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ 40 mm ആണ്. അപ്പോൾ ഒരു എക്സ് ഡയറക്ഷൻ വൈ ഡയറക്ഷൻ ലൈൻ വരക്കുക. ഓഫ്സെറ്റ് ചെയ്യുക. അതിൻ്റെ ലെങ്ത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു 100 mm എടുക്കാം. കട്ടിംഗ് പോർഷൻ ആയതുകൊണ്ട് ലെങ്ത്തിന് ഇമ്പോർട്ടൻ്റ് ഇല്ല. ഒരു 100 mm ഞാൻ എടുക്കുകയാണ്. ഓഫ്സെറ്റ് ചെയ്തു. ഇനി അതിൻ്റെ ഒരു ഡയമീറ്റർ 40 എടുത്തു. ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് കളയുക. ഒരു സെൻട്രൽ ലൈൻ വരക്കുക. കട്ടിംഗ് പോർഷൻ കാണിക്കാൻ വേണ്ടി ആർക്ക് എടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒരു ആംഗിളിൽ ഇതുപോലെ കൊണ്ടുവരിക. അവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. വീണ്ടും റിപ്പീറ്റ് ആർക്ക് എടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒരു ആംഗിൾ ഇവിടെ കൊണ്ടുവരിക. അവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. വീണ്ടും അതേപോലെ ഈ ഭാഗത്തും ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ നടുക്കത്തെ പോർഷൻ ഒഴിവാക്കുക. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക. കോപ്പി ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, എൻട്രി ചെയ്യുക, ബേസ് പോയിൻ്റ് പിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, എൻട്രി ചെയ്യുക. ഇത് രണ്ട് ഫേസ് ടു ഫേസ് ആണ് വേണ്ടത്. അതുകൊണ്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, എൻട്രി ചെയ്യുക, ഒരു ബേസ് പോയിൻ്റ് പിക്ക് ചെയ്യുക, 180 ഡിഗ്രി കൊടുക്കുക. എന്നിട്ട് ഇതിനെ മൂവ് ചെയ്ത് അവിടെ കൊണ്ടുവെക്കുക. മൂവ് എടുക്കുക, സെലക്ട് ചെയ്യുക, എൻട്രി ചെയ്യുക, ഇവിടെ പിക്ക് ചെയ്യുക, മിഡിൽ പിക്ക് ചെയ്യുക, F8 പ്രസ് ചെയ്താൽ ഏത് ഡയറക്ഷനിലേക്ക് കൊണ്ടുവെക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് വെക്കുക ഈ പോയിന്റിൽ. അടുത്തത് മൂവ് ചെയ്യുക, എൻട്രി ചെയ്യുക, ഈ പോർഷനിൽ പിക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ട്രിം ചെയ്ത് കളയാം. ട്രിം എടുക്കുക, എൻട്രി ചെയ്യുക, ഇവിടെയൊക്കെ ട്രിം ചെയ്യണം നോക്കുക. ഇവിടെ ട്രിം ചെയ്ത് കളയുക, ഇവിടെ ട്രിം ചെയ്ത് കളയുക, ഇവിടെ ട്രിം ചെയ്യാം. ഇവിടെ ട്രിം ചെയ്യാം. ഇവിടെ ട്രിം ചെയ്യാം. ബാക്കി ഇറേസ് ചെയ്ത് കളയാം. ഇടയ്ക്ക് സേവ് ചെയ്ത് കൊടുക്കുക. ഒബ്ജക്റ്റ് സേവ് ചെയ്യണക്ക്. ഇനി ഇതിൻ്റെ സെൻറ്റർ ലൈൻ ജസ്റ്റ് ലെങ്തൻ ചെയ്യുക. ലെങ്തൻ, റൈറ്റ് ക്ലിക്ക്, ഡൈനാമിക്, ക്ലിക്ക് ഡ്രാഗ് ചെയ്യുക, ക്ലിക്ക് ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം എവിടെയൊക്കെ ട്രിം ചെയ്യണമെന്ന്
നോക്കുക, ഇനിയും ട്രിം ചെയ്യാനുണ്ട്. ഈ പോർഷൻ ട്രിം ചെയ്ത് കളയുക. ഈ പോർഷൻ ട്രിം ചെയ്ത് കളയുക. അടുത്തത് ക്രിയേറ്റ് ചെയ്യേണ്ടത് കീ ആണ്. അതിന് കീയുടെ ലെയർ കറണ്ട് ലെയറാക്കി മാറ്റുക. അതിനുശേഷം ഒരു എക്സ് ഡയറക്ഷനിലും ഒരു വൈ ഡയറക്ഷനിലും ലൈൻ വരയ്ക്കുക. കീയുടെ ലെങ്ത്ത് 68 68ൽ ഓഫ്സെറ്റ് ചെയ്യുക. അതിൻ്റെ തിക്നെസ് 8 mm. 8 mmൽ ഓഫ്സെറ്റ് ചെയ്യുക. ട്രിം ചെയ്ത് കളയുക. ഇതൊരു ടേപ്പർ കീ ആണ്. സാധാരണ ടേപ്പർ കീ ഉണ്ടാകുന്നത് 1:100 എന്ന ടേപ്പറിലാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് 68 ആയതുകൊണ്ട് ഇത് 7.3 ആണ് ഉണ്ടാകുന്നത്. ഒരു സൈഡ് 8 mm ഒരു സൈഡ് 7.3. 7.3 ഒരു ലൈൻ വരയ്ക്കുക. ഈ ലൈൻ ഇവിടെ കണക്ട് ചെയ്യുക. അപ്പോൾ ചെറിയൊരു ടാപ്പർ കിട്ടും. ആ ടാപ്പർ കീ മൂവ് ചെയ്ത് മിഡിൽ പിടിക്കുക. ഇവിടെ അലൈൻ ചെയ്യുക. ഇനി അടുത്ത കീ ടാപ്പർ കീ തന്നെയാണ്. അതിൻ്റെ ടോപ്പ് വ്യൂ ആണ് നമുക്ക് കാണുന്നത്. മുകളിലത്തെ പോർഷനാണ് കാണുന്നത്. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 12 mm. 12. ലെങ്ത്ത് 63. പിന്നെ ഇവിടെ ഒരു ഹാഫ് സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക. മൂവ് ചെയ്ത് ഈ പോർഷനിൽ അലൈൻ ചെയ്യാം. ഇനി നമുക്ക് ഇത് ട്രിം ചെയ്ത് കളയണം. ഇവിടെ ട്രിം ചെയ്യുക, ഇവിടെ ട്രിം ചെയ്യുക. ഈ ഭാഗത്ത് ചെറിയൊരു കർവ് വേണം. ഇത്രയായാൽ കീ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഇതിൻ്റെ ഹാഫ് പോർഷൻ ഫ്ലാഞ്ചിലും ഹാഫ് പോർഷൻ ഷാഫ്റ്റിലുമാണ് ഉണ്ടാകുന്നത്. നമുക്കിനി ഇവിടെ ഒരു 4 mmൻ്റെ സ്റ്റെപ്പ് ചെയ്യാനുണ്ട്. അതായത് ഈ സ്റ്റെപ്പ് ചെയ്യാനുണ്ട്. അതിന് ഓഫ്സെറ്റ് 4 ഇവിടെ താഴോട്ട് ഓഫ്സെറ്റ് ചെയ്യുക. ഇനി 12ൽ ഇവിടുന്ന് ഓഫ്സെറ്റ് ചെയ്യുക. ഇതിവിടെ കണക്ട് ചെയ്യുക. ഇവിടെ കണക്ട് ചെയ്യുക. ആവശ്യമില്ലാത്ത ഭാഗം ട്രിം ചെയ്ത് കളയുക. ഇത്രയും ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത്
ഇതിൻ്റെ ബോൾട്ട് ആൻഡ് നെറ്റാണ്. 10 mm ബോൾട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. നെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നെറ്റിൻ്റെ ലെയർ കറണ്ട് ലെയറാക്കി മാറ്റുക. അതിനുശേഷം എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ലൈൻ വരയ്ക്കുക. നെറ്റിൻ്റെ കോർണർ ടു കോർണർ ഡിസ്റ്റൻസ് ആണ് ഇപ്പോൾ വരയ്ക്കുന്നത്. കോർണർ ടു കോർണർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 × d ആണ്. അതായത് 20 ഓഫ്സെറ്റ് ചെയ്യുക. ഇത് നെറ്റ് വരയ്ക്കാനുള്ള ഒരു അപ്രോക്സിമേറ്റ് പ്രൊപ്പോർഷനാണ്. ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 1d ആണ്. 1 × d 10 ഓഫ്സെറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ സെൻറ്ററിലൊരു ലൈൻ വരയ്ക്കുക. ഇനി ഇതിൻ്റെ സെൻട്രൽ ലൈനിൻ്റെ ഡയമീറ്റർ വരയ്ക്കുക. ഓഫ്സെറ്റ് 5. 10 ഡയമീറ്റർ ആയതുകൊണ്ട് 2 ഭാഗത്തേക്ക് 5 ഓഫ്സെറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ലൈൻ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതിൻ്റെ സെൻറ്റർ ഫേസിലൊരു ആർക്ക് ഉണ്ട്, അതുപോലെ 2 സൈഡ് ഫേസിലും ആർക്കുണ്ട്. ഈ സെൻറ്റർ ഫേസിലെ ആർക്കിൻ്റെ റേഡിയസ് 1.73 × d ആണ്. ഇതൊരു അപ്രോക്സിമേറ്റ് പ്രൊപ്പോർഷനാണ്. അതുകൊണ്ട് ചില മെഷീൻ ഡ്രോയിങ്ങിൽ ഇതിൻ്റെ വാല്യൂ 1.73 എന്നുള്ള വാല്യൂ സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ടാകാറുണ്ട്. 1.73 × d എന്ന് പറഞ്ഞാൽ 17.3. ഈ പോയിന്റിൽ ഒരു സർക്കിൾ വരക്കുക 17.3-ൻ്റെ. ഇനി ഇതിൻ്റെ സൈഡ് ഫേസിൻ്റെ ആർക്ക് വരക്കാൻ മാനുവൽ ഡ്രോയിങ് വരയ്ക്കുമ്പോൾ ഒരു മെത്തേഡ് ഉണ്ട്, ഒരു സ്റ്റെപ്പ് ഉണ്ട് അതിനകത്ത്. നമുക്കിവിടെ CAD ഡ്രോയിങ്ങിൽ എളുപ്പത്തിൽ വരക്കാം. മാനുവൽ ഡ്രോയിങ് വരയ്ക്കുമ്പോൾ ഇതിൻ്റെ ആർക്ക് വരക്കുന്നത് എങ്ങനെയാണുള്ളത് ബുക്ക് നോക്കി റെഫർ ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ആർക്ക് എടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതുപോലെ റിപ്പീറ്റ് ആർക്ക് എടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് CAD-ൽ ഇതുപോലെ എളുപ്പത്തിൽ വരക്കാം. ഇത് കട്ട് ചെയ്ത് കളയാം. ഇനി ഇവിടെ 30 ഡിഗ്രി ലൈൻ വരക്കുക. ഷിഫ്റ്റ് അഡ്ജ് റേറ്റ് ഓഫ് 20 എന്ന് പറയുന്നത് ഇത് കവർ ചെയ്യാനുള്ള ഒരു ലെങ്ത്ത്. ഷിഫ്റ്റ് ആംഗിൾ 30. പോളാർ കോർഡിനേറ്റിൽ ലൈൻ വരക്കുക. റിപ്പീറ്റ് ലൈൻ ഇവിടെ ഇതുപോലെ ഷിഫ്റ്റ് അഡ്ജ് റേറ്റ് ഓഫ് 20 എന്ന് പറയുന്നത് കവർ ചെയ്യാനുള്ള ലെങ്ത്ത്. ഷിഫ്റ്റ് ആംഗിൾ 180 - 30 150 കൊടുക്കുക. അതിനുശേഷം ഇത് കട്ട് ചെയ്ത് കളയുക. ഈ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയുക. ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുക. ഇനി ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക. കോപ്പി എടുക്കുന്നത് കോപ്പി ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക, ബേസ് പോയിന്റ് പിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ബോൾട്ടിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് 0.8d ആണ്. 0.8d എന്ന് പറയുമ്പോൾ 8 mm ആണ് തിക്നെസ് വേണ്ടു. 2 mm മൈനസ് ചെയ്യുക. ഓഫ്സെറ്റ് 2, എൻ്റർ, 2 mm മൈനസ് ചെയ്യുക. ഇനി സെൻറ്ററിൽ നിന്നൊരു ലൈൻ വരക്കുക. ഓഫ്സെറ്റ് 5, അതായത് ഡയമീറ്റർ 2 ഭാഗത്തേക്കും 5 ചെയ്താൽ ഡയമീറ്റർ 10 കിട്ടും. ഇനി ഇതിൻ്റെ ഓഫ്സെറ്റ് ലെങ്ത്ത് 52 ആണ് ലെങ്ത്ത്.
ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇനി ഇതിൻ്റെ ത്രെഡ് ലെങ്ത് 20 ആണ്, ഓഫ്സെറ്റ് 20. ഇനി ഇതിൻ്റെ സ്പിയറിക്കൽ എൻഡ് റേഡിയസ് 1D ആണ്, അതായത് 10 റേഡിയസിൽ ഒരു സർക്കിൾ വരക്കുക. ഓഫ്സെറ്റ് ഇവിടുന്ന് 10 റേഡിയസിലൊരു സർക്കിൾ വരക്കുക. ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുക. ഇനി ഇതിൻ്റെ കോർ ഡയ എന്ന് പറയുന്നത് 0.8 × D ആണ്. അതായത് ഇതിൻ്റെ ഇടയിലൊരു ഡയമീറ്റർ ഉണ്ടാവും, അത് 8 mm ആണ്. 8 mm കിട്ടാൻ വേണ്ടി 2 ഭാഗത്തേക്ക് ഓഫ്സെറ്റ് ചെയ്യുക. 1 mm. ഈ ഭാഗം കളയുക. ജസ്റ്റ് ഒരു ത്രെഡിൻ്റെ ത്രെഡിൻ്റെ ഒരു ചെറിയൊരു ആംഗിൾ അവിടെ കൊടുക്കുക. ഇത് ഇവിടത്തേക്ക് കണക്ട് ചെയ്യുക. ഇനി ഇതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. ഇൻസേർട്ട് ചെയ്യാൻ ഭാഗത്തിൽ റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ്, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, ബേസ് പോയിന്റ് പിക്ക് ചെയ്തു, 90 ഡിഗ്രി. ഇനി ഇതിനെയും അതുപോലെ റൊട്ടേറ്റ് ചെയ്യുക, -90 ഡിഗ്രി. ഇനി ഈ നട്ട് ആൻഡ് ബോൾട്ട് ഇൻസേർട്ട് ചെയ്യണം. ഇവിടെ നോക്കുക, ഇതിൻ്റെ നട്ട് ആൻഡ് ബോൾട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന ഈ പിച്ച് സർക്കിൾ, ഈ സർക്കിൾ 120 ആണ്. അപ്പോൾ ഈ ലൈൻ 60 ഓഫ്സെറ്റ് ചെയ്യുക. ഓഫ്സെറ്റ് 60. ഇനി ഇതിനെ മൂവ് ചെയ്യുക. ഇവിടെ പിക്ക് ചെയ്യുക, ഇവിടെ കൊണ്ടുവെക്കുക. അതുപോലെ നെട്ടും ഇവിടെ കൊണ്ടുവെക്കുക. ട്രിം ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ ട്രിം ചെയ്ത് കളയുക. ഇതിവിടെ കാണില്ല. ഇവിടെ ട്രിം ചെയ്യുക, ഇവിടെ ട്രിം ചെയ്യാം. ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ നട്ടും ബോൾട്ടും ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ സെൻട്രൽ ലൈൻ ആക്കി മാറ്റുക എന്നുള്ളതാണ്. അതായത് ഇതിനെ സെൻട്രൽ ലൈൻ മോഡാക്കുക. സെൻട്രൽ ലൈൻ മോഡും പിന്നെ ഇവിടെ ഹിഡൻ ലൈൻസൊക്കെ ഉണ്ട്, അത് ചെയ്യണം. അതിനുമുമ്പ് ഇതിനെ ലെയർ നമുക്ക് നട്ട് ആൻഡ് ബോൾട്ടിൻ്റെ ലെയറിലേക്ക് തന്നെ ഈ ലൈൻ കൊണ്ടുവരാം. അത്രയും നീളം നമുക്ക് ആവശ്യമില്ല. മോഡിഫൈയിൽ പോവുക, ലെങ്തനിൽ പോവുക, റൈറ്റ് ക്ലിക്കിൽ പോവുക, ഡൈനാമിക്കിൽ പോവുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ചെറുതാക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ലൈൻ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യണം. ഇതാണ് പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യുന്ന ഭാഗം. ഇതിൽ നമുക്ക് കണ്ടിന്യൂസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ആവശ്യം സെൻട്രൽ ലൈനാണ്. അപ്പോൾ അതറിൽ പോവുക, ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആ സെൻട്രൽ ലൈൻ ഇല്ലാത്തതുകൊണ്ട് ലോഡ് ഓപ്ഷൻ എടുക്കുക. സ്ക്രോൾ ചെയ്ത് സെൻറ്റർ ലോഡ് ചെയ്യുക. അതുപോലെ ഹിഡണും ലോഡ് ചെയ്യുക. ആദ്യം കാണുന്ന സെൻറ്ററും ആദ്യം കാണുന്ന ഹിഡണും ചെയ്താൽ നമുക്ക് കറക്റ്റായി കിട്ടും. ഓക്കെ. ഗ്ലോബൽ സ്കെയിൽ ഫാക്ടർ 1 കിടക്കുന്നത്, അവിടെ തന്നെ കിടക്കട്ടെ. അത് ചെയ്തതിന് ശേഷം നമുക്കത് ചേഞ്ച് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ കൊടുക്കുക. ഇനി ഇതിനെ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ അത് ലോഡായിട്ടുണ്ടാവും. സെൻറ്റർ
ക്ലിക്ക് ചെയ്ത് എസ്കേപ്പ് അടിച്ചാൽ അത് ആക്ടിവേറ്റ് ആയി. അതിൻ്റെ വേണമെങ്കിൽ സ്കെയിൽ നമുക്ക് കുറച്ച് മാറ്റാം. ഗ്ലോബൽ സ്കെയിൽ ഫാക്ടർ 1 ഉള്ളത് ഒരു 0.7 കൊടുക്കുക. ഓക്കെ. അപ്പോൾ കുറച്ച് സെൻട്രൽ ലൈൻ. ഇനി ഇവിടെ ഇതും സെലക്ട് ചെയ്യുക, സെൻറ്റർ ആക്ടിവേറ്റ് ആക്കുക. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഹിഡൻ കറണ്ട് പ്രോപ്പർട്ടി ആക്കുക. അതുപോലെ ഇതും ഹിഡൻ കറണ്ട് പ്രോപ്പർട്ടി ആക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നട്ടും ബോൾട്ടും ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഹിഡൻ ലൈൻസ് ആക്കി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഹാച്ച്, അതായത് സെക്ഷണൽ പാർട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ ഹാച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കുക, ഇവിടെ ഫ്ലാഞ്ചിലാണ് ഹാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലാഞ്ചിൻ്റെ ലെയർ കറണ്ട് ലെയറാക്കി മാറ്റുക. ഹാച്ച് ക്ലിക്ക് ചെയ്യുക. ഹാച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് ഹാച്ചിൻ്റെ സെറ്റിങ്സ്. ഇവിടെ പാറ്റേൺ എന്നില്ല, അവിടെ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആണ്. നമുക്കിവിടെ യൂസർ ഡിഫൈൻഡ് എടുക്കാം. ക്ലിക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും യൂസർ ഡിഫൈൻഡ്. അതിന് നമുക്ക് ഇവിടെ 45 കൊടുത്താൽ 45 ഡിഗ്രി ആംഗിളിൽ വരും. പിന്നെ അതിൻ്റെ സ്കെയിൽ ഫാക്ടർ ഇവിടെ ഒരു 2 കൊടുക്കുക. ടു 2.5 കൊടുക്കുക. എന്നിട്ട് ഇവിടെ പിക്ക് പോയിൻ്റ് എടുക്കുക. ഇവിടെയും ക്ലിക്ക് ചെയ്യുക, ഇവിടെയും ക്ലിക്ക് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അടുത്ത ഭാഗത്ത് ഹാച്ച് ചെയ്യുമ്പം ഇതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കണം. അടുത്തടുത്ത് വരുന്ന 2 ഭാഗങ്ങളാകുമ്പോൾ അങ്ങനെ ചെയ്യണം. ഇതെടുക്കുക, വീണ്ടും എടുക്കുക, യൂസർ ഡിഫൈൻഡ് -45 ഡിഗ്രി എടുക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഹാച്ച് ചെയ്യാൻ വേണ്ടി -45 ഡിഗ്രി എടുക്കുക. പിക്ക് പോയിൻ്റ് എടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ക്ലോസ്. ഇനി വീണ്ടും ഈ കട്ടിംഗ് പോർഷൻ ചെയ്യണം. അതിന് ഷാഫ്റ്റ് എൻഡ് കറണ്ട് ലെയറാക്കി മാറ്റുക. ഹാച്ച് എടുക്കുക, 2.5 കൊടുത്താൽ മതി. ഇവിടെ 45 ഡിഗ്രി കൊടുക്കുക. പിക്ക് പോയിൻ്റ് എടുക്കുക, ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലോസ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഹാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡയമെൻഷനിങ്. അതായത് ഡയമെൻഷൻ സെറ്റ് ചെയ്യണം. ഓരോ ഡ്രോയിങ് ഏരിയയ്ക്ക് അനുസരിച്ചിട്ട് ഡയമെൻഷൻ്റെ വലിപ്പങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. നമുക്ക് ആവശ്യമുള്ള ഡയമെൻഷൻ സെറ്റിംഗ് ചെയ്യണം. ഫോർമാറ്റിൽ പോവുക, ഡയമെൻഷൻ സ്റ്റൈൽ എടുക്കുക. ഇവിടെ ഡയമെൻഷൻ സ്റ്റൈൽ മാനേജർ എന്ന് പറയുന്നൊരു ബോക്സ് വന്നു. അതിൽ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡയമെൻഷൻ സ്റ്റൈൽ ഉണ്ട്. നമുക്കത് ചെയ്യണ്ട. ഇവിടെ നമുക്ക് പുതിയൊന്ന് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ. അതിന് ഇവിടെ ഒരു പേര് കൊടുക്കാൻ പറ്റും. ഞാൻ DIM എന്ന് കൊടുത്തു. ഡയമെൻഷൻ എന്നില്ല, DIM എന്ന് കൊടുത്തു. കണ്ടിന്യൂ. ഇവിടെ ലൈൻ്റെ സെറ്റിങ് എക്സ്റ്റെൻഡ് ബിയോണ്ട്, ഇത് മാത്രമാണ് സെറ്റ് ചെയ്യുന്നത്. എക്സ്റ്റെൻഡ് ബിയോണ്ട് ഡയമെൻഷൻ ലൈൻ 2, ഓപ്സെറ്റ് ഫ്രം ഒറിജിൻ 3, സിമ്പിൾസ് ആൻഡ് ആരോസ്. ഇവിടെ ഓരോ ടൈപ്പ് ആരോ ഹെഡ് കൊടുക്കാം. ഇവിടെ ക്ലോസ്ഡ് ഫിൽഡ് എന്ന് പറഞ്ഞ് കൊടുത്തു. ആരോ സൈസ് 4. പിന്നെ ടെക്സ്റ്റിൻ്റെത് വലിപ്പം ഒരു 4 കൊടുത്തു. ടെക്സ്റ്റ് പ്ലേസ്മെൻറ്റ് എബവ് ആണ്. എബവ്. അതിൻ്റെ ഓപ്സെറ്റ് ഫ്രം ഡയമെൻഷൻ ലൈൻ 2, അലൈൻഡ് വിത്ത് ഡയമെൻഷൻ ഇത് കൊടുക്കുക. ഇനി പ്രൈമറി യൂണിറ്റ്സ് ഡെസിമലാണ് കൊടുക്കുന്നത്. അതിൻ്റെ പ്രെസിഷൻ സിംഗിൾ സീറോയ്ക്ക് വെക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ഓക്കെ. ഡയമെൻഷൻ DIM എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക, സെറ്റ് കറണ്ട് കൊടുക്കുക, ക്ലോസ്. ഡയമെൻഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഡയമെൻഷനിൽ പോവുക, ലീനിയറിൽ എടുക്കുക, ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക,
ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഡയമെൻഷൻ ചെയ്യുമ്പോൾ നമുക്ക് അത് 0 ലെയറിൽ ചെയ്യാം. ഡയമെൻഷൻ ലീനിയർ ഇവിടെ ക്ലിക്ക് ചെയ്യുക, താഴോട്ട് ഡ്രാഗ് ചെയ്യുക. ഇതാണ് ഈ ഗ്യാപ്പാണ് ഓഫ്സെറ്റ് ഫ്രം ഒറിജിൻ. ഇതാണ് എക്സ്റ്റെൻഡ് ഫ്രം ഡയമെൻഷൻ ലൈൻ. ഈ ലൈൻ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് അതാണ് നേരത്തെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വലുപ്പമാണ് നമ്മൾ ടെക്സ്റ്റിൻ്റെ വലുപ്പം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഡയമെൻഷൻ കണ്ടിന്യൂ എന്ന് കൊണ്ട് കൊടുക്കുക. ഇവിടെ കണ്ടിന്യൂ കൊണ്ട് കൊടുത്താൽ ഇവിടെ ഇങ്ങനെ ഓപ്ഷൻ കിട്ടും. ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡയമെൻഷൻ ലീനിയർ ഇവിടെ ചെയ്യാം. ഡ്രാഗ് ചെയ്യുക, റിപ്പീറ്റ് ലീനിയർ ഡ്രാഗ് ചെയ്യുക, റിപ്പീറ്റ് ലീനിയർ ഡ്രാഗ് ചെയ്യുക. അതേപോലെ റിപ്പീറ്റ് ലീനിയർ ഇവിടെ ചെയ്യാം. റിപ്പീറ്റ് ലീനിയർ 20. ഡയമെൻഷൻ കണ്ടിന്യൂ റൈറ്റ് ക്ലിക്കിൽ വീണ്ടും എടുക്കുക. ഡയമെൻഷൻ ലീനിയർ റിപ്പീറ്റ് ലീനിയർ ഈ ഭാഗത്തും ചെയ്യാം. ഇത്രയും ചെയ്യുന്നാൽ ഏകദേശം ഡയമെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് മൾട്ടി ലീഡർ സ്റ്റൈൽ അല്ലെങ്കിൽ മൾട്ടി ലീഡർ ഡയമെൻഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതെന്താണെന്ന് കാണാൻ വേണ്ടി ഫോർമാറ്റിൽ പോവുക, മൾട്ടി ലീഡർ സ്റ്റൈൽ എടുക്കുക. അതിനൊരു ബോക്സ് വന്നു. ആ ബോക്സിൽ നമ്മൾ പുതിയൊരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ നേരത്തെ പോലെ. ഇതാണ് മൾട്ടി ലീഡർ ഓപ്ഷൻ. ലീഡർ ഓപ്ഷൻ ഇതാണ് ലീഡർ ലൈൻ. ഇതിലൊരു ആരോ ഹെഡ് ഉണ്ടാവും, ഒരു ലീഡർ ലൈൻ ഉണ്ടാവും, ഒരു ലാൻഡിങ് ലൈൻ ഉണ്ടാവും. ഇത് ഡയമെൻഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ന്യൂ എടുക്കുക, ഒരു DIM എന്ന് സെറ്റ് ചെയ്യുക. കണ്ടിന്യൂ കൊടുക്കുക. അതിൽ ലീഡർ ഫോർമാറ്റ് ലൈൻ സ്ട്രെയിറ്റ് ആണ്. ലൈൻ ടൈപ്പ് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആരോ ഹെഡ് ക്ലോസ്ഡ് ബിൽഡ് ആക്കാം. സൈസ് വേണമെങ്കിൽ നമുക്ക് 4, ഓൾറെഡി 4 ഇവിടെ ഉണ്ട്, 4 കൊടുക്കുക. ലീഡർ സ്ട്രക്ചർ മാക്സിമം ലീഡർ പോയിൻ്റ് 2, ഇത് 2 പോയിൻ്റാണുള്ളത് ഇവിടെ. പിന്നെ ഫസ്റ്റ് സെഗ്മെൻറ്റ് ആംഗിൾ 45 ഡിഗ്രി, അതായത് ഇത് 45 ഡിഗ്രിയാണ്. സെക്കൻഡ് സെഗ്മെൻറ്റ് ആംഗിൾ 0, ഈ ലൈൻ സ്ട്രെയിറ്റ് ആയതുകൊണ്ട് 0. ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇൻക്ലൂഡിങ് ലാൻഡിങ്, അതായത് ഈ ലൈൻ നമുക്ക് എത്ര ഡ്രാഗ് ചെയ്യുന്നോ അത്ര നമുക്ക് നീട്ടിയെടുക്കാൻ പറ്റും. അതാണ് ഓട്ടോമാറ്റിക്കലി ഇൻക്ലൂഡിങ് ലാൻഡിങ്. ഇനി കണ്ടൻറ്റ് ടെക്സ്റ്റ് ഹൈറ്റ് ഒരു 4 തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ. ഇനി ലീഡർ കണക്ഷൻ ഹൊറിസോണ്ടൽ അറ്റാച്ച്മെൻറ്റ് ഇവിടെ അണ്ടർലൈൻഡ് ടോപ്പ് ലൈൻ കൊടുക്കുക. അതായത് ഈ ടെക്സ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് പോകും. റൈറ്റ് അറ്റാച്ച്മെൻറ്റും അണ്ടർലൈൻഡ് ടോപ്പ് ലൈൻ. ഇനി ഓക്കെ കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്യുക, സെറ്റ് കറണ്ട് കൊടുക്കുക, ക്ലോസ് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഡയമെൻഷനിൽ പോവുക, മൾട്ടി ലീഡറിൽ പോവുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇതിങ്ങനെ ഡ്രാഗ് ചെയ്യുക, ഇവിടുന്ന് ലാൻഡിങ് ഡിസ്റ്റൻസ് കാണിച്ചു കൊടുക്കുക. ഇനി മാറ്റർ ടൈപ്പ് ചെയ്യുക, ടാപ്പർ കീ എൻ്റർ 12 × 8 × 63 ക്ലോസ്. വേണമെങ്കിൽ ഇത് ലെയർ നമുക്ക് ഇതിൻ്റെ ലെയറിലേക്ക് തന്നെ കൊണ്ടുവരാം. അതുപോലെ ഡയമെൻഷൻ മൾട്ടി ലീഡർ ഇതും സെയിം തന്നെയാണ്. ടാപ്പർ കീ
എൻ്റർ 12 ഇൻറ്റു 8 ഇൻറ്റു 68. ഇതും ആ ലെയറിലേക്ക് മാറ്റാം. ഇത്രയായി കഴിഞ്ഞാൽ നമ്മൾ മൾട്ടി ലീഡർ ഡയമെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഡ്രോയിങ് നെയിം എഴുതണം എന്നുള്ളതാണ്. ഇവിടെ ഒന്നുകൂടി ഉണ്ട്, അതായത് നട്ട് ആൻഡ് ബോൾട്ട് ഡയമെൻഷൻ മൾട്ടി ലീഡർ M10 ഇൻറ്റു 52. ഇനി നമുക്കിതിൻ്റെ ഡ്രോയിങ് നെയിം എഴുതണം. അതിന് വ്യൂവിൽ പോവുക, ഫോർമാറ്റിൽ പോവുക, ടെക്സ്റ്റ് സ്റ്റൈലിൽ പോവുക. ഇവിടെ ടെക്സ്റ്റ് സ്റ്റൈൽ ഒരു 6 കൊടുക്കുക, ടെക്സ്റ്റിൻ്റെ വലിപ്പം 6 കൊടുക്കുക, അപ്ലൈ, ക്ലോസ്. ആ സ്റ്റാൻഡേർഡ് സൈസ് മൾട്ടി ലൈൻ ടെക്സ്റ്റ് എന്ന ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ടാവും. മൾട്ടി ലൈൻ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് പിടിക്കുക. അപ്പോൾ അവിടെ ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വന്നു. അതിൽ സെറ്റിങ്സൊക്കെ ഉണ്ട്. നമുക്ക് അത് തൽക്കാലം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന 6 ഇവിടെ വന്നു, ഈ ഭാഗത്ത് വന്നു. ഇനി മാറ്റർ ടൈപ്പ് ചെയ്യാം. ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ് ബ്രാക്കറ്റിൽ പ്രൊട്ടക്റ്റഡ് ടൈപ്പ്. ക്ലോസ്. നമുക്കിതിനെ വേണമെങ്കിൽ 0 ലെയറിലേക്ക് ആക്കാം, അതാണ് നല്ലത്. ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ് പ്രൊട്ടക്റ്റഡ് ടൈപ്പ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ഡ്രോയിങ് കംപ്ലീറ്റ് ആയി.